വിദേശ രാജ്യ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുവൈറ്റിൽ എത്തി. 2 ദിവസത്തെ കുവൈറ്റ് സന്ദർശനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റ് ഭരണാധികാരികളുമായി ചർച്ച നടത്തുകയും ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കുകയും തൊഴിലാളി ക്യാമ്പുകൾ സന്ദർശിക്കുകയും ചെയ്യും. 43 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത്. 1981-ൽ ഇന്ദിരാഗാന്ധിയാണ് കുവൈറ്റ് സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. പ്രതിരോധ വ്യാപാര മേഖലകളിൽ വിവിധ കരാറുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുവൈറ്റ് എമീർ ഷെയ്ഖ് മെയ്ഷൽ അൽ അഹമ്മദ് അൽ ജബീർ അൽ സബായുടെ ക്ഷണമനുസരിച്ചാണ് പ്രധാനമന്ത്രി കുവൈറ്റിൽ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം ഇന്ത്യൻ സമൂഹവുമായി കണ്ടുമുട്ടുന്ന ഹാല മോദി എന്ന ചടങ്ങ് ക്രമീകരിച്ചിട്ടുണ്ട്. 5000 ശ്രോതാക്കളെയാണ് അതിനായി ഒരുക്കിയിരിക്കുന്നത്. അറേബ്യൻ ഗൾഫ് ടൂർണമെന്റ് എന്ന ഒരു ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. കുവൈറ്റ് എമീറുമായി പ്രധാനമന്ത്രി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഭാവിയിലെ വിവിധ പദ്ധതികൾക്കായും പങ്കാളിത്തം ഉണ്ടാകുമെന്നും വ്യാപാര മേഖലകളിൽ പുതിയ കരാറുകൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. GCC രാജ്യങ്ങളുമായി ഇന്ത്യയുടെ ബന്ധം ഇതുകൊണ്ട് മെച്ചപ്പെടും. UAE, ബഹ്റൈൻ, സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ, കുവൈറ്റ് എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് GCC രാജ്യങ്ങൾ. GCC രാജ്യങ്ങളുമായി ഇന്ത്യക്ക് $184 ബില്യൺ വാർഷിക വ്യാപാരം 2022-23 വർഷത്തിൽ ഉണ്ടായിരുന്നു. GCCയുടെ നിലവിലെ ചെയർപേഴ്സൺ കുവൈറ്റ് ആണ്. ഗൾഫിൽ ഏറ്റവും അധികം ഉള്ള വിദേശ സമൂഹം ഇന്ത്യക്കാരാണ്. വിദേശത്തുള്ള ഇന്ത്യൻ തൊഴിലാളികളുടെ ക്ഷേമം അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി കുവൈറ്റിലെ ലേബർ ക്യാമ്പ് പ്രധാനമന്ത്രി സന്ദർശിക്കും. ജൂൺ 12-ന് കുവൈറ്റ് മംഗാഫ് മേഖലയിൽ തൊഴിലാളികൾ താമസിച്ചിരുന്ന ഒരു കെട്ടിടത്തിൽ തീ പിടിച്ചതിനെ തുടർന്ന് 45 ഇന്ത്യക്കാർ തീപിടുത്തത്തിൽ മരണമടഞ്ഞിരുന്നു. ഈ സാഹചര്യം കണക്കിലെടുത്താണ് പ്രധാനമന്ത്രി ലേബർ ക്യാമ്പ് സന്ദർശിക്കുന്നത്. GCC രാജ്യങ്ങളുടെ പ്രധാന ഫുട്ബോൾ ടൂർണമെന്റാണ് അറേബ്യൻ ഗൾഫ് ടൂർണമെന്റ്. ഈ ടൂർണമെന്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉൾപ്പെടുന്ന അൽ നാസർ ക്ലബും പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് കുവൈറ്റും ഒമാനും തമ്മിലാണ് മത്സരം. നാളെ സൗദിയുടെ അൽ നാസർ മത്സരത്തിനിറങ്ങുന്നുണ്ട്. എന്നാൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങ് ഇന്ന് വൈകിട്ട് 7 മണിക്ക് ജാബർ അൽ അഹമ്മദ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ്. പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം കൊണ്ട് ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളെ ഈ ഒരു ടൂർണമെന്റിലേക്ക് ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്യും.